ഹദീസുകൾ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗസ്സല യൗമൽ ജുമുഅത്തി വഗ്തസൽ, ആരാണ് വെള്ളിയാഴ്ച ദിവസം കുളിച്ചു ശുദ്ധിയായത്, വബക്കറ വബ്തകർ, അവൻ നേരത്തെ പുറപ്പെട്ടു, വമശ വലം യർകബ്, വാഹനം ഒഴിവാക്കി നടന്നുപോയി, വദന മിനൽ ഇമാം, ഇമാമിന്റെ അടുത്തിരുന്നു, വളരെ നേരത്തെ പുറപ്പെട്ടാലാണ് ഒന്നാമത്തെ സഫിൽ ഇമാമിന്റെ അടുത്തായിട്ട് ഇരിക്കാൻ സാധിക്കുക, വലം യൽഗു, ലഗ്വ് അലക്ഷ്യമായിട്ടുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാതെ ജുമുഅ ഖുത്ബ ശ്രദ്ധയോടെ കേട്ടു. അങ്ങനെ ഒരാൾ ചെയ്താൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, വെള്ളിയാഴ്ചയിലെ കുളി, നേരത്തെ പുറപ്പെട്ടു, അതുപോലെ നടന്നുപോയി, ഇമാമിന്റെ അടുത്തിരുന്ന് ശ്രദ്ധയോടെ ഖുത്ബ കേട്ടു, ഈ 5 കാര്യങ്ങൾ ചെയ്താൽ കാന ലഹു ബികുല്ലി ഖത്വത്തിൻ, അവന്റെ ഓരോ കാലടിക്കും അവന് പ്രതിഫലമുണ്ട്, അമലു സന, ഒരു വർഷത്തെ അമലുകളുടെ പ്രതിഫലം. ഒരു വർഷത്തെ അമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അജ്റു സിയാമിഹ വഖിയാമിഹ, ആ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റു, അല്ലെങ്കിൽ ഒരു വർഷം മുഴുവൻ തഹജ്ജുദ് നമസ്കരിച്ചു, എല്ലാ ദിവസവും രാത്രി തഹജ്ജുദ് നമസ്കരിച്ചു, ഇത്രയും പ്രതിഫലം ആ മനുഷ്യന് കിട്ടും. ഈ ഹദീസ് ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചതും ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് സഹീഹാക്കിയതുമായ ഹദീസാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര വലിയ അജ്റാണ് പറയുന്നത്. ഒരു വർഷം മുഴുവൻ നോമ്പ് നോൽക്കുക നമുക്ക് സാധിക്കുന്നതാണോ? ഒരു വർഷം മുഴുവൻ ഒരിക്കലും മുടങ്ങാതെ തഹജ്ജുദ് നമസ്കരിക്കുക വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. അത്രയും പ്രതിഫലമാണ് ഈ അമലിന് വെള്ളിയാഴ്ച ദിവസം നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെടുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഈ ഹദീസിനെ കുറിച്ച് ഹാഫിദ് അസ്-സഖാവി റഹിമഹുല്ലാഹ് വലിയ ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, ലാ അഅലമു ഹദീസൻ കസീറ സവാബി മഅ ഖില്ലത്തിൽ അമൽ, അമൽ കുറവും പ്രതിഫലം കൂടുതലുമുള്ള കുറെ കാര്യങ്ങളുണ്ട്. ചെറിയ അമലിന് വലിയ പ്രതിഫലമുള്ള ഒരുപാട് അമലുകളുണ്ട്. അതിൽ ഇത്രത്തോളം വലിയ പ്രതിഫലവും അമൽ ഇത്രത്തോളം എളുപ്പവുമായിട്ടുള്ള ഒരു അമൽ എനിക്കറിയില്ല. അസഹ മിൻ ഹദീസി മൻ ഗസ്സല വഖ്തസൽ, ഈ ഹദീസിനേക്കാൾ സഹീഹായിട്ട് ഇങ്ങനെയുള്ള ഒരു ഹദീസ്, അഥവാ കുറഞ്ഞ അമലിന് കൂടുതൽ പ്രതിഫലം നൽകുന്ന വിഷയത്തിൽ ഇതിനേക്കാൾ സഹീഹായ ഒരു ഹദീസ് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് എന്ന് സഹാബി പറയുന്നു, സമിഅ ദാലിക ശൈഖുന ഇബ്നു ഹജർ മിൻ ശൈഖിഹി അൽ ഇറാഖി, ഇവർ 3 പേരും ശിഷ്യന്മാരാണ്. ഹാഫിദ് ഇറാഖി അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഇബ്നു ഹജർ, ഇബ്നു ഹജറിന്റെ ശിഷ്യനാണ് സഹാബി. അപ്പോൾ സഹാബി പറയുകയാണ്, എന്റെ ശൈഖായ ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ ശൈഖായ ഹാഫിദ് ഇറാഖി റഹിമഹുല്ലാഹു തആലയിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ്. വഹദ്ദസനാ ബിഹി, ഇക്കാര്യം ഇബ്നു ഹജർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കദാലിക ഗൈറ മർറ, ഒന്നിലധികം പ്രാവശ്യം ഇക്കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. വഖാല അൽ മുബാറക്ഫൂരി, അബ്ദുറഹ്മാൻ അൽ മുബാറക്ഫൂരി റഹിമഹുല്ലാഹ് തുഹ്ഫത്തുൽ അഹ്വദി എന്ന സുനൻ തിർമിദിയുടെ ശറഹ് എഴുതിയിട്ടുള്ള ഇന്ത്യക്കാരനായ വലിയ മുഹദ്ദിസ്, അദ്ദേഹം പറഞ്ഞു, ഖാല ബഅദുൽ അഇമ്മ, ചില ഇമാമുമാർ പറഞ്ഞിട്ടുണ്ട്, ലം നസ്മഅ ഫി ശരീഅതി ഹദീസൻ സഹീഹൻ മുസ്തമിലൻ അലാ ഹാദാ സവാബ്, ഇത്ര വലിയ പ്രതിഫലമുള്ള സഹീഹായ ഒരു ഹദീസ് ശരീഅത്തിൽ വേറെയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രമാത്രം വലിയ പ്രതിഫലമാണിത് എന്ന് ഓർത്തു നോക്കൂ.